അതാ മീൻ കുത്തി 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 മീൻ കുത്തി 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 ആ കിട്ടി കിട്ടി ഹായ് കിട്ടി കിട്ടി മീൻ മീൻ അതും കട്ടർ മീനാ പെടക്കണ മീന് പെടക്കണ മീന് പൊട്ടൊന്നുമില്ല പൊട്ടിയ താഴത്ത് കിടക്കാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനുണ്ട് കുട്ടിക്കാലത്ത് ഓണത്തിന് ആടിയതാവില്ലേ സുഖം ആടാൻ പാറു ഒന്ന് ഉന്തി കൊടുത്തേ പാറു ഉന്തി കൊടുത്തേ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മുരുമ്പം ബീച്ചിലാണ് വന്നത്. കൊച്ചിയിലാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ചെറായി ബീച്ചിന് കുറച്ച് ദൂരം പോയ ഒരു ബീച്ച് കഴിഞ്ഞ പോയ ഒരു ഗേറ്റ് കാണും. അതാണ് നമ്മളെ മുരുമ്പം ബീച്ച്. എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ബോട്ട് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ബനാന ബോട്ടൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാറുക്കുട്ടിയാണ്. നന്നായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് പാറു പറഞ്ഞ മാതിരി മുനമ്പം ബീച്ചിലാണ്. ചെറായി ബീച്ചിന് ജസ്റ്റ് അടുത്താണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിലായി പോയി ഞങ്ങൾ. അത് കാരണമാണ് ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ അടുത്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ചെറായി ബീച്ചിൻ്റെ അടുത്താണ്. ചെറായി ബീച്ചിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ പോയിട്ടൊന്ന് ചെറായി ബീച്ചിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോളൂ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കമൻറ്റ് ചെയ്യുക. ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് മുനമ്പം ബീച്ചിൻ്റെ എൻട്രൻസ്. ഇതാണ് ഗേറ്റ്. അപ്പോൾ ഉള്ളിലേക്ക് പോവാ. നടക്കൂ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബാണല്ലോ അല്ലേ ലിമോ? അല്ലേ? നീറ്റാണ്. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട് അല്ലേ ലിമോ? ഇതാ ബോട്ട് കണ്ട? എനിക്ക് തോന്നുന്നു ഇത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ബോട്ടാണ് തോന്നുന്നു കേട്ടോ. അവർ രാത്രി പോയിട്ട് രാവിലെ വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഗസ് അത് മുഴുക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ബോട്ടായിരിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. നല്ല വീതിയുള്ള നടപ്പാതയാണ്. ഇവിടെ ചേട്ടന്മാരത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ ആയത് കാരണം ആൾക്കാർ കുറച്ച് കുറവാണ് ഇവിടെ. കൊത്തി 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 ആ കിട്ടി കിട്ടി ഹായ് കിട്ടി കിട്ടി മീൻ മീൻ അതും കട്ടർ മീനാ. പെടക്കണ മീന്. ഇതിനുള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം പാർലറൊക്കെ കാണാം കേട്ടോ. പെരിയാർ റിവറും അറബിക്കടലും ഒത്തുചേരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ സ്പോട്ടിനെയാണ് നമ്മൾ മുനമ്പം ബീച്ച് എന്ന് പറയാ. നമ്മൾ ബീച്ചിന്റെ അടുത്ത് എത്തിയില്ലേ മോളു? സൂക്ഷിച്ചു പോണേ. നല്ല വെയിലാണ്. രാവിലേക്ക് വരികയാണെച്ചല്ലേ കുട കൊണ്ടുവരണം, അല്ലെങ്കിൽ ശരിയാവൂല. കുടയോ തൊപ്പിയോ എന്തെങ്കിലും കൊണ്ടുവരണം. ശരിക്ക് ഇത് ഈവനിങ് സമയത്തിൽ വരണം അല്ലേ? ഒരു 4 മണി 5 മണി നേരത്തെ വരണം.
എന്നാലേ ഇവിടെ കുറച്ചും കൂടി നമ്മൾ കൂളായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ, ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റി ഏരിയസിൽ പോവാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കാം എന്താണെന്ന്. അല്ലേ ലിമോ? ചെരുപ്പ് കൂടണ്ട, ദൂരത്തേക്കൊന്നും പോണില്ലല്ലോ. ഇങ്ങോട്ട് വാ. അപ്പൊ ഞാനും വെള്ളത്തേക്ക് ഇറങ്ങി ഗായ്സ്. വെള്ളം തണുപ്പുണ്ട്. അയ്യയ്യേ, എവിടെ? ഞാൻ കൊണ്ടുവരാം. അങ്ങനെ പാറുകൊണ്ട് ചെരുപ്പ് കടലമ്മ വലിച്ചു, പക്ഷെ അത് തിരിച്ചു തന്നു. അതിൽ കേറാനേ ആ സാധനം കണ്ടോ? അതിൽ കയറാൻ ഒരാൾക്ക് 350 രൂപ, കുറച്ച് കൂടുതലല്ലേ. ഇവിടെ ബീച്ചിന്റെ അടുത്തായിട്ട് നമുക്ക് കയാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. കയാക്കിങ്, സ്മോൾ ബോട്ട്, അതാ പിന്നെ ബൈക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും ഓരോരോ റേറ്റ് ആണ് കേട്ടോ. അവിടെ അതിന് ചോദിച്ചപ്പോ 350 രൂപയാണെന്ന് പറഞ്ഞത്. അതിന് 350 രൂപ. പിന്നെ ഇതാ ഈ വണ്ടിക്ക് ചോദിച്ചപ്പോ 127 രൂപ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എല്ലാത്തിനും പല പല റേറ്റുകളാണ്. പിന്നെ ഈ ബീച്ചിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, അത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളതാണ്. എന്ത് പറ്റി? എവിടെ? അത് പോയിക്കോട്ടെ, അത് അങ്ങോട്ട് പോവും. വാ, മോള് പട്ടിയെ കണ്ട് പേടിച്ചു പോയി. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, രണ്ടുപേരും ഇരുന്ന് പൊട്ടിപ്പോവോ? ആട്ടിക്കൊടു, അവൾ കാട്ടിക്കൊടുക്ക്. കുറച്ച് സ്പീഡിൽ ആട്ടിയാ മതിയേ. കാട്ടിയിട്ടുണ്ട് മോളെ. നല്ല സുഖണ്ടല്ലേ പാറോ? പൊട്ടൊന്നുമില്ല, പൊട്ടിയ താഴ്ത്ത് കിടക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എങ്ങനെയുണ്ട്? കുട്ടിക്കാലത്ത് ഓണത്തിന് ആടിയതാവൂല്ലേ? ആ, സുഖമുണ്ട് ആടാൻ. പാറു ഒന്ന് ഉന്തി കൊടുത്തേ, പാറു ഉന്തി കൊടുത്തേ. എന്നെ ചവിട്ടല്ലേ? പാറു ഇവിടെ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കി. ഗോൾ 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 ഗോൾ. കമോൺ കമോൺ, എല്ലാവർക്കും കൂടി, എല്ലാവർക്കും തട്ട്. കമോൺ കമോൺ പാറു, കമോൺ. ഗോൾ. അങ്ങനെ പാറു ഞങ്ങളുടെ സർക്കസ് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഊഞ്ഞാലിൽ നിന്നു ആടിക്കൊണ്ടിരിക്കുന്ന പാറുവിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. എങ്ങനെയുണ്ട് പാറു? ആട്ടി 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 താഴേക്ക് വീഴുമോ? നഹി എന്ന് പറഞ്ഞ നഹിയില്ലേ? പാറു ആടുന്നതനുസരിച്ച് ക്യാമറ ഇളകണം, നോക്കിയേ. ഡും ഡും ഡും. അങ്ങനെ ഞങ്ങള് മുനമ്പം ബീച്ച് കണ്ടു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പാറു? പാറു ഭയങ്കര ബിസി ആയിരുന്നു. ബീച്ചിൽ നിന്ന് പാറു കയറിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ റൈഡ്സിനും റേറ്റ്സ് സെപ്പറേറ്റ് ആണ്. 250, 350 അങ്ങനെയാണ് ഓരോരോ റൈഡ്സിന് റേറ്റ്സ്. അപ്പം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല, കുറച്ച് റേറ്റ് കൂടുതലായ കാരണം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. എൻട്രി ഫീസൊക്കെ ബിൽക്കുൽ ഫ്രീ ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, രാവിലെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല വെയിലാണ്. അല്ലല്ലോ? അപ്പൊ മാക്സിമം ആഫ്റ്റർ 4 o'clock അല്ലെങ്കിൽ ആഫ്റ്റർ 5 o'clock ഇവിടെ വരാൻ നോക്കുക. കാരണം ഈവനിങ്ങിൽ വന്നാൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. രാവിലെ വന്ന കാരണം ആൾക്കാരൊക്കെ കുറച്ച് കുറവായിരുന്നു അല്ലേ? നല്ല പൊള്ളണ വെയിലാണ്, നമുക്ക് ആ ബീച്ചിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റൂല അല്ലേ? ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.